Hi all, welcome to once. So ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമായിട്ടാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 2 എന്ന് പറഞ്ഞ സബ്ജക്റ്റിലത്തെ മൊഡ്യൂൾ 4 ആണ്. ഓക്കെ, നമ്മൾ എടുത്തിട്ടുള്ളത് ഡിസംബർ 2022 കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ദ സബ്ജക്ട് കോഡ് വരുന്നത് CET305 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡ്യൂറേഷൻ ഓഫ് എക്സാം 3 hours ആണ്. ടോട്ടൽ മാർക്സ് വരുന്നത് 100 marks ആണ്. സോ നമുക്ക് മൊഡ്യൂൾ 4 വരുന്ന സിലബസ് ജസ്റ്റ് ഒന്ന് പറയാം, ഒരു ഔട്ട്ലൈൻ എന്നുള്ള രീതിയിൽ. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഒന്ന് പൈൽ ഫൗണ്ടേഷനും പിന്നെ വെൽ ഫൗണ്ടേഷനും. ഓക്കെ, അപ്പോൾ പൈൽ ഫൗണ്ടേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? ഒന്ന് അതിൻ്റെ യൂസുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ യൂസസ്, അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽ ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ ബിയറിംഗ് കപ്പാസിറ്റി, നമ്മൾ എങ്ങനെയാണ് ഒരു പൈൽ ഫൗണ്ടേഷൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കാണുന്നത്. അതൊരു ഇൻഡിവിജ്വൽ പൈലാണെങ്കിൽ എങ്ങനെ കാണും, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് പൈൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കേസിലുള്ള ബിയറിംഗ് കപ്പാസിറ്റി എങ്ങനെ കാണും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വെൽ ഫൗണ്ടേഷൻ സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻറ്റ് പാർട്സ് വിത്ത് ഫിഗർ എന്ന് പറഞ്ഞ് പ്രത്യേകം ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ വെൽ സിങ്കിങ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അതോടൊപ്പം വെൽ സിങ്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ഡിഫക്ട്സ്, എന്തെല്ലാം ഡിഫക്റ്റുകളാണ് ഇതിൽ വരുന്നത്, ആ ഡിഫക്റ്റുകൾ എങ്ങനെയൊക്കെ നമുക്കത് റെക്ടിഫൈ ചെയ്യാമെന്നുള്ളത് അല്ലേ. നമുക്ക് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ വരുന്നത്. ഒന്ന് ഷിഫ്റ്റിങ്ങും ടിൽറ്റിങ്ങും. ഈ വെല്ലിൻ്റെ കേസിൽ വരുന്നതാണ് ഷിഫ്റ്റിംഗ് ആൻഡ് ടിൽറ്റിംഗ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നുള്ളതും ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മൊഡ്യൂൾ 4 വരുന്നത്. സോ നമുക്ക് മൊഡ്യൂൾ 4 വന്നിട്ടുള്ള പാർട്ട് എയിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കാം. പാർട്ട് എയിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് 7th ക്വസ്റ്റ്യൻ, അതുപോലെ 8th ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? വാട്ട് ഈസ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ആൻ എക്സ്പ്രഷൻ ടു ഡിറ്റർമിൻ ഡൈനാമിക് പൈൽ കപ്പാസിറ്റി. രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചുള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കാം നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. സോ എന്താണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ? ഈസ് യൂഷ്വലി എ ഡൗൺവേർഡ് ഷിയർ ഡ്രാഗ് ആക്ടിങ് ഓൺ എ പൈൽ. സോ എന്താണ്? ദാറ്റ് ഈസ് എ നെഗറ്റീവ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഷിയർ ലാഗ് ആണ്. ഡൗൺവേർഡ് ഷിയർ drag acting on a pile or pile group because of downward movement of surrounding soil relative to pile. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പൈൽ ഫൗണ്ടേഷൻ നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ആ കേസിൽ ഈ പൈൽ ഫൗണ്ടേഷൻ്റെ സറൗണ്ടിങ് സോയിൽ ലൂസ് സോയിലാണെന്ന് കരുതുക. ലൂസ് സോയിലാകുന്ന കേസിൽ എന്താ പ്രശ്നം? ഇവിടെ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ആണ് ആ പൈലിലോട്ട് വരുന്നത് അല്ലേ. ലൂസ് സോയിലായ കാരണം തന്നെ എന്താണ്? ഈ സോയിൽ താഴത്തോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അത് നേരെ മറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പൈൽ ഫൗണ്ടേഷൻ്റെ പ്രിൻസിപ്പിളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ. നമുക്കറിയാം ഒരു പൈൽ ഫൗണ്ടേഷൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അതിൻ്റെ എൻഡ് ബിയറിംഗ് കപ്പാസിറ്റി പ്ലസ് ഫ്രിക്ഷൻ ബിയറിംഗ് അല്ലെ. ഫ്രിക്ഷൻ വഴിയും അതുപോലെ തന്നെ എൻഡ് ബിയറിംഗ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു പൈൽ ഫൗണ്ടേഷൻ്റെ കപ്പാസിറ്റി എന്ന് പറയുക. അപ്പോൾ ഈ കേസിൽ അത് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് അല്ലേ. സ്കിൻ ഫ്രിക്ഷൻ നമുക്ക് കിട്ടുന്നില്ല, അതേ കേസിൽ അത് നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് റെഡ്യൂസസ് ദ ആക്സിയൽ കപ്പാസിറ്റി ഓഫ് പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്തെല്ലാം ഫാക്ടേഴ്സാണ് ഈ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷന് ബാധിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഒരു കേസ് പറഞ്ഞു, അത് ലൂസ് സോയിലാണ് ആ പൈൽ ഫൗണ്ടേഷൻ്റെ സറൗണ്ടിങ്ങിൽ വരുന്നത് എന്നുള്ളത് പറഞ്ഞു. മറ്റുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞു, ന്യൂലി പ്ലേസ്ഡ് ഫിൽ മെറ്റീരിയൽ ഓർ കംപ്രസിബിൾ സോയിൽ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് കൺസോളിഡേഷൻ. അതാണ് ഫസ്റ്റത്തെ ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഫിൽ മെറ്റീരിയൽ ഈസ് ലൂസ് കോയിഷൻലെസ് സോയിൽ. പിന്നെ മൂന്നാമത്തത് വെൻ ഫിൽ മെറ്റീരിയൽ ഈസ് ഡെപ്പോസിറ്റഡ് ഓവർ ലെയർ ഓഫ് സോഫ്റ്റ് സോയിൽ ഓർ പീറ്റ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോവറിംഗ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ വിച്ച് ഇൻക്രീസസ് ദ എഫക്റ്റീവ് സ്ട്രെസ് കോസിങ് കൺസോളിഡേഷൻ ഓഫ് സോയിൽ വിത്ത് റിസൾട്ടന്റ് സെറ്റിൽമെന്റ് ആൻഡ് ഫ്രിക്ഷൻ ഫോഴ്സ് ബീയിങ് ഡെവലപ്ഡ് ഓൺ ദ പൈൽ. അപ്പോൾ ലോവറിംഗ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിളും ഇതിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ പ്രധാനമായിട്ടും എന്താ പറഞ്ഞത്? ആ പൈൽ ഫൗണ്ടേഷൻ്റെ സറൗണ്ടിങ്ങിൽ വരുന്ന സോയിൽ ലൂസ് സോയിലാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അത് കോയിഷൻലെസ് സോയിലാണെന്നുണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ കംപ്രസിബിൾ സോയിലാണെന്നുണ്ടെങ്കിൽ. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് എഴുതേണ്ടത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ എഫക്റ്റ്, എന്തെല്ലാം എഫക്റ്റുകളാണ് ഇത് കാരണം ഉണ്ടാകുന്നത്? എഫക്റ്റ് ഓഫ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഓൺ പൈൽ ആൻഡ് പൈൽ ഗ്രൂപ്പ്സ്. സോ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ കോൺട്രിബ്യൂട്ട്സ് ടു ദ അൺഈവൻ സെറ്റിൽമെൻറ്റ് ഓഫ് പൈൽ ഓർ പൈൽ ഗ്രൂപ്പ്. അപ്പോൾ പല ടൈപ്പ് അല്ലെങ്കിൽ പല പൈലുകളിൽ പല രീതിയിലാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടാവുക. അത് കാരണം തന്നെ പല രീതിയിലാണ് അതിൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെറ്റിൽമെൻറ്റിൻ്റെ റേറ്റ് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്? അത് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻ്റ് ആണ്.
അത് ഒരു ബാഡാണ് അല്ലേ. നമുക്ക് സ്ട്രക്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ പോയിന്റ് ഓഫ് വ്യൂ അത് സ്ട്രക്ചറിനെ വളരെ സാരമായിട്ട് തന്നെ അത് ബാധിക്കുന്ന ഒരു കേസാണ്. അടുത്തത് ഫോർ പൈൽസ് ഇൻ കംപ്രസിബിൾ സോയിൽ വെയർ പൈൽ കപ്പാസിറ്റി ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ബോത്ത് പോയിന്റ് റെസിസ്റ്റൻസ് അല്ലെ, എൻഡ് ബിയറിംഗ് എന്ന് പറഞ്ഞ പോയിന്റ് റെസിസ്റ്റൻസ് ആൻഡ് ഷാഫ്റ്റ് അഡിഷൻ, സ്കിൻ ഫ്രിക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദ പ്രോബ്ലം ഓഫ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഷുഡ് ബി കൺസിഡേർഡ് എ സെറ്റിൽമെന്റ് പ്രോബ്ലം. അടുത്തത് ഇൻ ബിയറിംഗ് പൈൽസ് വേർ ദ സെറ്റിൽമെന്റ് ഓഫ് പൈൽ ഈസ് നെഗ്ലിജിബിൾ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ബിക്കംസ് എ പൈൽ കപ്പാസിറ്റി പ്രോബ്ലം. ഓക്കെ, എന്താ പറഞ്ഞതുള്ളത്? സെറ്റിൽമെന്റ് ഓഫ് പൈൽ ഈസ് നെഗ്ലിജിബിൾ ആകുന്ന കേസിൽ ഇൻ ബിയറിംഗ് പൈൽസ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ബിക്കംസ് എ പൈൽ കപ്പാസിറ്റി പ്രോബ്ലം. അത് പ്രധാനമായിട്ട് തന്നെ അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്ത ചോദ്യം എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് റൈറ്റ് ഇൻ എക്സ്പ്രഷൻ ടു ഡിറ്റർമിൻ ഡൈനാമിക് പൈൽ കപ്പാസിറ്റി. ഡൈനാമിക് പൈൽ കപ്പാസിറ്റിൻ്റെ എക്സ്പ്രഷനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഒരു പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 4 കാര്യങ്ങളാണുള്ളത് അല്ലേ. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്ന് ഡൈനാമിക് ഫോർമുലയാണ് അല്ലെങ്കിൽ ഡൈനാമിക് ഫോർമുലയാണ്. പിന്നെ വന്നിട്ടുള്ള എന്താണ്? സ്റ്റാറ്റിക് ഫോർമുല വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൈൽ ലോഡ് ടെസ്റ്റും ഉണ്ട്, പിന്നെ പെനട്രേഷൻ ടെസ്റ്റ്. ഈ 4 കാര്യങ്ങളാണ് വരുന്നിട്ടുള്ളത്. അതിൽ വരുന്ന ഒന്നാണ് എന്ത്? ഡൈനാമിക് ഫോർമുല. അപ്പോൾ അതിൽ തന്നെ വരുന്ന ഏതെങ്കിലും ഒരു എക്സ്പ്രഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഡൈനാമിക് ഫോർമുലയിൽ പ്രധാനമായിട്ടും 2 ഫോർമുലാസാണ് വരുന്നത് അല്ലേ. ഫോർമുല വരുന്നുണ്ട്. ഒന്ന് എഞ്ചിനീയറിംഗ് ന്യൂസ് ഫോർമുല, 2 ഹില്ലീസ് ഫോർമുല. അപ്പോൾ ഈ 2 ഫോർമുലാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതിയാവും. നമുക്ക് നോക്കാം, രണ്ടൊന്നും നോക്കാം. സോ ഫസ്റ്റ് വൺ നോക്ക്, എഞ്ചിനീയറിംഗ് ന്യൂസ് ഫോർമുല പ്രപ്പോസ്ഡ് ബൈ AM വെല്ലിംഗ്ടൺ. AM വെല്ലിംഗ്ടൺ ആണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇക്വേഷൻ? QA അല്ലെങ്കിൽ അലവബിൾ ലോഡ് ഈക്വൽ ടു എന്താണ്? WH ഡിവൈഡഡ് ബൈ F ഇൻറ്റു S പ്ലസ് C അല്ലേ. ഇപ്പോൾ W എന്താണ്? W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ഹാമർ ആണ് W. അതുപോലെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഫോൾ, ആ ഹാമറിൻ്റെ ഹൈറ്റ് ഓഫ് ഫോൾ ആണ് H. അതുപോലെ തന്നെ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. നോർമലി നമ്മളത് എടുക്കുന്നത് 6 ആണ്. ഇനി S വരുന്നുണ്ട് അല്ലേ. എന്താണ് S? S ഈസ് ദ ഫൈനൽ സെറ്റ് പെർ ബ്ലോ യൂഷ്വലി ടേക്കൺ ആസ് ആവറേജ് പെനട്രേഷൻ ഇൻ സെൻറ്റിമീറ്റർ പെർ ബ്ലോ ഫോർ ദ ലാസ്റ്റ് 5 ബ്ലോസ് ഓഫ് ഡ്രോപ്പ് ഹാമർ ഓർ 20 ബ്ലോസ് ഓഫ് എ സ്റ്റീം ഹാമർ. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപെരിക്കൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സിയുടെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് 2.5 ഫോർ ഡ്രോപ്പ് ഹാമർ. അതല്ല എന്നുണ്ടെങ്കിൽ 0.25 സെൻറ്റിമീറ്റർ ഫോർ സിംഗിൾ ആൻഡ് ഡബിൾ ആക്ടിങ് ഹാമേഴ്സ്. ഓക്കെ, പിന്നെ അത് ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള എംപെരിക്കൽ ഇക്വേഷൻസ് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഹില്ലീസ് ഫോർമുല നോക്കാം. ഹില്ലീസ് ഫോർമുലയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? QF അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് ഓൺ പൈൽ ഈക്വൽ ടു ηH ഇൻറ്റു WH ഇൻറ്റു ηB ബൈ S പ്ലസ് C/2. ഓക്കെ, അപ്പോൾ ഇതിൽ QF എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതെന്താണ്? അൾട്ടിമേറ്റ് ലോഡ് ഓൺ പൈലാണ്. അതോടൊപ്പം തന്നെ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ഓഫ് ഹാമർ ആണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹാമറിൻ്റെ ഡ്രോപ്പിംഗ് ഹൈറ്റ് ആണ്. ഇനി S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെനട്രേഷൻ ഓർ സെറ്റ് ഇൻ സെൻറ്റിമീറ്റർ പെർ ബ്ലോ. അതുപോലെ തന്നെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 പ്ലസ് C2 പ്ലസ് C3 ഒരു ഇലാസ്റ്റിക് കംപ്രഷൻ കോൺസ്റ്റന്റ് ആണ് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ ഇനി 2 കാര്യങ്ങൾ കൂടി ഉണ്ട്. ηH ഉണ്ട്, ηB ഉണ്ട് അല്ലേ. ηH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എഫിഷ്യൻസി ഓഫ് ഹാമർ ആണ് ηH. സോ ഇറ്റ് വേരിയബിൾ ഫ്രം 65% ഫോർ സം ഡബിൾ ആക്ടിങ് സ്റ്റീം ഹാമേഴ്സ് to 100% ഫോർ ഡ്രോപ്പ് ഹാമേഴ്സ് റിലീസ്ഡ് ബൈ ട്രിഗർ. ഓക്കെ, ഇനി ηB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോ ആണ്. എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോ അതിന് 2 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ηB ഈക്വൽ ടു W പ്ലസ് E²P എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഇക്വേഷൻസ് അതും കൊടുത്തിട്ടുണ്ട്. ഇതാണ് 2 ഇക്വേഷൻസ്. നമ്മൾ 2 ഇക്വേഷൻസ് പറഞ്ഞു. ഒന്ന് എഞ്ചിനീയറിംഗ് ന്യൂസ് ഫോർമുല പറഞ്ഞു, രണ്ടാമത്തത് ഹില്ലീസ് ഫോർമുല പറഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ 2 പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് ആ ക്വസ്റ്റ്യനിൽ ഇനി മാറി വരികയാണെന്നുണ്ടെങ്കിൽ 2 എക്സ്പ്രഷൻ എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. നമുക്കറിയാം പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് 9 പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 9 പൈലുകളാണുള്ളത്. ഓരോ പൈലിൻ്റെയും ഡയമീറ്റർ പറഞ്ഞിട്ടുണ്ട് അത് എത്രയാണ്? ദാറ്റ് ഈസ് 600 mm ആണ്. ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ എ സ്ക്വയർ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ഓഫ് 1.2 മീറ്റർ. സെൻറ്റർ ടു സെൻറ്റർ, അതായത് ഓരോ പൈലുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാണ്? അത് 1.2 മീറ്റർ ആണ്. ദ പൈൽസ് ആർ 10 മീറ്റർ ലോങ് ആൻഡ് ആർ എംബഡഡ് ഇൻ സോഫ്റ്റ് ക്ലേ വിത്ത് കോയിഷൻ ഓഫ് 30 kN/m². അപ്പോൾ ക്ലേ സോയിലാണ്. അവിടുത്തെ കോയിഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ അഡിഷൻ ഫാക്ടർ തന്നിട്ടുണ്ട്. എത്രയാണ്? ദാറ്റ് ഈസ് 0.6 ആൻഡ് ബിയറിംഗ് റെസിസ്റ്റൻസ് ഈസ് നെഗ്ലക്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ബിയറിംഗ് റെസിസ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പൈലിൻ്റെ കേസിൽ അവിടെ ഫ്രിക്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. സോ ഇവാലുവേറ്റ് ദ അൾട്ടിമേറ്റ് ലോഡ് കപ്പാസിറ്റി ഓഫ് ദ പൈൽ ഗ്രൂപ്പ് എന്നാണ് ചോദ്യം. നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം.
സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? 9 നമ്പർ ഓഫ് പൈലുണ്ട്, അത് സ്ക്വയർ പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുക. ഈ ഒരു രീതിയിൽ ഒരു റോയിൽ 3 പൈല് വരുന്ന രൂപത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ പൈലിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ. പൈലിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണത്? 1.2 ആണ്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 1.2 മീറ്റർ ആണ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് 1.2 മീറ്റർ ആണ്. ഇനി അത് ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിലും അല്ലേ, ഇങ്ങനെ എടുക്കുകയാണെങ്കിലും അത് എത്ര തന്നെയാണ്? 1.2 മീറ്റർ തന്നെയാണ് അല്ലേ. ഇനി നമുക്കറിയാം ബേസിക് ഇക്വേഷൻ. നമ്മൾ ഒരു പൈലിൻ്റെ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എത്രയാണ് പൈലിൻ്റെ നമുക്ക് ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് RF പ്ലസ് RP ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷനും അതായത് ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫ്രിക്ഷൻ വഴി നമുക്ക് എടുക്കാൻ പറ്റുന്ന ലോഡ് ക്യാരിങ് കപ്പാസിറ്റി പ്ലസ് പോയിന്റ് ടു പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻഡ് ബിയറിംഗ്. അപ്പോൾ ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ബിയറിംഗ് റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷനിൽ ഇതില്ല, ഇത് 0 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? QUP ഈക്വൽ ടു RF എന്നായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫ്രിക്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. പൈൽസ് ആക്ടിങ് ഇൻഡിവിജ്വലി. പൈൽ ആക്ടിങ് ഇൻഡിവിജ്വലി ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന QUPയുടെ വാല്യൂ അല്ലേ, QUP എന്തായിട്ട് മാറും? ഇൻഡിവിജ്വലി ആകുന്ന സമയത്ത് QUN ആയിട്ട് മാറും. N ആയിട്ട് മാറുന്ന സമയത്ത് N ഇൻറ്റു QUP ആണ് വരും അല്ലേ. സോ QUP അല്ലെങ്കിൽ പൈലിൻ്റെ കപ്പാസിറ്റി അല്ലെ, അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് പൈൽ ഇവിടെ വരുന്ന കേസിൽ ഫ്രിക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇക്വേഷൻ എന്തായിട്ട് മാറും? N ഇൻറ്റു AS ഇൻറ്റു RF എന്നായിട്ട് മാറും അല്ലേ. AS ഇൻറ്റു RF എന്നാണ് ഇക്വേഷൻ വരുന്നത്. സോ അതിൽ RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സ്കിൻ ഫ്രിക്ഷൻ ആണ്. ആവറേജ് സ്കിൻ ഫ്രിക്ഷൻ. അതുപോലെ AS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഏരിയ ഓഫ് പൈലാണ്. സർഫസ് ഏരിയ ഓഫ് പൈൽ അല്ലേ. നമുക്ക് ഫസ്റ്റ് സർഫസ് ഏരിയ ഓഫ് പൈൽ കാണാം. ASൻ്റെ ഇക്വേഷൻ എന്താ വരിക? നമുക്കറിയാം പെരിമീറ്റർ ഇൻറ്റു ലെങ്ത് ഓഫ് പൈൽ അല്ലേ. നമുക്ക് പെരിമീറ്റർ എങ്ങനെ കാണും? പൈ ഇൻറ്റു ഡി. അപ്പോൾ പൈ ഇൻറ്റു ഡയാമീറ്റർ ഓഫ് പൈൽ ദാറ്റ് ഈസ് 0.6 മീറ്റർ ഇൻറ്റു ലെങ്ത് ഓഫ് ദ പൈൽ അത് എത്രയാണ്? ദാറ്റ് ഈസ് 10 മീറ്റർ ആണ്. സോ ആ വാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് 18.8496 മീറ്റർ സ്ക്വയർ ആണ്. 18.8496 മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ആവറേജ് സ്കിൻ ഫ്രിക്ഷൻ കാണേണ്ടതുണ്ട്. സോ RF ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? M ഇൻറ്റു C ആണ് അല്ലേ. അഡിഷൻ ഫാക്ടർ ഉണ്ട് ഇൻറ്റു ഷിയർ റെസിസ്റ്റൻസ്. സോ അഡിഷൻ ഫാക്ടർ എന്താ പറഞ്ഞിട്ടുള്ളത്? ദാറ്റ് ഈസ് 0.6 ആണ്. ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് 0.6 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ ഏതാ? അഡിഷൻ ഫാക്ടർ ഈസ് 0.6. അപ്പോൾ ഈ 0.6ഉം ഇതും തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. ഇത് ഡയാമീറ്റർ ആണ്, പൈലിൻ്റെ ഡയാമീറ്റർ അത് 600 mm ആണ്. അതും ഇതും തമ്മിൽ കൺഫ്യൂഷൻ വരേണ്ടതില്ല. സോ ഇത് അഡിഷൻ ഫാക്ടർ 0.6 ആണ്. ആൻഡ് സിയുടെ വാല്യൂ എന്താണ്? സിയുടെ വാല്യൂ ദാറ്റ് ഈസ് കോഹിഷൻ 30 kN/m² ആണ്. സോ 0.6 ഇൻറ്റു 30 ആണ് വരുന്നത്. സോ അതിൻ്റെ വാല്യൂ 18 kN/m². സോ അഗെയിൻ QUN ഈക്വൽ ടു എന്താണ്? N ഇൻറ്റു QUP. സോ N എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നമ്പർ ഓഫ് പൈലാണ്. സോ നമ്പർ ഓഫ് പൈൽസ് ഈ കേസിൽ അത് എത്രയാണ്? ദാറ്റ് ഈസ് 9 ആണ് അല്ലേ, 9 ആണ്. സോ 9 ഇൻറ്റു ASൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി എത്രയാണ്? 18.8496 ഇൻറ്റു
എന്തുള്ളത് ആർ എഫ് അല്ലേ, ആർ എഫ് എം ഇൻറ്റു സി നമ്മൾ കണ്ടെത്തിയത് എത്രയാണ്, ദറ്റ് ഈസ് 18 ആണ്, 18. സോ വാല്യൂ വരുന്നത് 3053.6 കിലോ ന്യൂട്ടൺ ആണ് വാല്യൂ വരുന്നത്. ഇതാണ് പൈൽ ആക്ടിങ് ഇൻഡിവിജ്വലി. അപ്പോൾ പൈൽ ആക്ടിങ് ഇൻഡിവിജ്വലി ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഒരു പൈലിൻ്റെ മുകളിൽ പൈൽ ക്യാപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൈൽ ആക്ടിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ഷൻ കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. എന്നിട്ട് ആ രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്തിട്ട് അതിലത്തെ ലെസ്സർ വാല്യൂ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. സോ അടുത്ത് നമുക്ക് പൈൽ ആക്ടിങ് ഇൻ ഗ്രൂപ്പ് നോക്കാം. പൈൽ ആക്ടിങ് ഇൻ ഗ്രൂപ്പ് എന്താ വരുന്നത്? സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ലെങ്ത് കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഒരു ഔട്ടർ ടു ഔട്ടർ ലെങ്ത്, ഈ പൈലിൻ്റെ എൻഡിൽ നിന്ന് അടുത്ത പൈലിൻ്റെ എൻഡിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് നമുക്ക് കാണേണ്ടതുണ്ട്. അതിന് നമ്മൾ ക്യാപിറ്റൽ ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ബി. സോ അതെങ്ങനെ കിട്ടും? നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ബി ഈക്വൽ ടു 2 × 1.2 പ്ലസ് 0.6 എന്ന് എഴുതി കൂടെ അല്ലേ? നമുക്കറിയാം ഈ ഒരു റോയിൽ എന്താ വരുന്നത്, 3 പൈലുകൾ വരുന്നുണ്ട്. 3 പൈലുകൾ എന്ന് പറയുന്ന സമയത്ത് 2 സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് അല്ലേ? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് 2 വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, എന്താണ് 2 × 1.2 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ എന്തുണ്ട്, 2 സൈഡിലേക്കും പൈലിൻ്റെ റേഡിയസ് അല്ലേ, 2 റേഡിയസ് കൂട്ടാനുണ്ട്. അപ്പോൾ ഇൻ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ഡയാമീറ്റർ കൂട്ടിയാൽ മതി. സോ 2 × 1.2 അത് 2.4 വരും. 2.4 പ്ലസ് 0.6 ഇറ്റ് ഈസ് 3 മീറ്റർ ആണ് വരുന്നത്. 3 മീറ്റർ നമുക്ക് അവിടെ വരും. സോ QUG അതായത് ഗ്രൂപ്പ് ആക്ഷൻ ആണ്. QUG ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, അത് ASG × RF. ASG × RF. ഓക്കെ, അപ്പം എന്ത് വരും? എഗെയിൻ ഇക്വേഷൻ എന്ത് വരുന്നിട്ടുള്ളത്, ASG കാണേണ്ടതുണ്ട്. സോ ASG കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്യാപിറ്റൽ ബി കണ്ടെത്തിയിട്ടുള്ളത്. സോ ASG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ASG ഈക്വൽ ടു ക്യാപിറ്റൽ ബി ഇൻറ്റു 4 ഇൻറ്റു ലെങ്ത് ഓഫ് പൈലാണ്. ഓക്കെ, ലെങ്ത് ഓഫ് പൈല അല്ലെങ്കിൽ ഹൈറ്റ്. അപ്പോൾ 2 രീതിയിലും കാണാറുണ്ട്, 4 × B × H എന്നുള്ള രീതിയിലും കാണാറുണ്ട്. സോ 4 × 3 × H എത്രയാണ്, 10 ആണ് അല്ലേ? സോ 4 × 3 അത് 12 ആണ്. 12 × 10 120 ആണ് വരുന്നത്, 120 മീറ്റർ സ്ക്വയർ. ഓക്കെ, സോ ഈ കേസിൽ അത് RFൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് സി തന്നെയാണ് എടുക്കുന്നത്. സിയുടെ വാല്യൂ എത്രയാണത്, ദാറ്റ് ഈസ് 30. സോ ഇക്വേഷൻ എന്തായിട്ട് മാറി, 120 × 30 ആയിട്ട് മാറി. സോ ആൻസർ വരുന്നത് 3600 കിലോ ന്യൂട്ടൺ ആണ്. സോ നമുക്ക് 2 വാല്യൂസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലേ? 2 വാല്യൂസ് ഏതൊക്കെ കിട്ടിയത്, ഒന്ന് ഗ്രൂപ്പ് ആക്ഷൻ വഴി നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ അത് 3600 കിലോ ന്യൂട്ടൺ ആണ്. അതേ സമയത്ത് ഇൻഡിവിജ്വൽ ആക്ഷൻ വഴി നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്, അത് 3053.6 ആണ്. സോ വി ഹാവ് ടു ടേക്ക് ദ ലെസ്സർ വാല്യൂ. ഓക്കെ, സോ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി is the lesser value, that is 3053.6 kilonewton. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലേ? ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, ഇവാലുവേറ്റ് ദ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ പൈൽ ഗ്രൂപ്പ്. ആ പൈൽ ഗ്രൂപ്പിൻ്റെ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയുടെ വാല്യൂ അത് 3053.6 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽ വിത്ത് നീഡ് സ്കെച്ചസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫംഗ്ഷൻ ആൻഡ് മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ. അപ്പോൾ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പൈലിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ പല രീതിയിൽ പൈൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത്രയും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഒന്ന് അതിൻ്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ യൂസ്, ഈ ക്വസ്റ്റ്യനിൽ അതാണ് ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മെറ്റീരിയൽസ് യൂസിന് ചോദിച്ചിട്ടുണ്ട്. അതിന് പുറമെ ചോദിക്കുന്നതാണ് മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലോഡ്, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ, അതോടൊപ്പം തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സോയിൽ. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ 2 കേസാണ്. നമുക്ക് നോക്കാം, ഫംഗ്ഷൻസ് അല്ലെങ്കിൽ യൂസ്, അതോടൊപ്പം തന്നെ മെറ്റീരിയൽസ് യൂസ്ഡ് നോക്കാം. ഫസ്റ്റ് നോക്ക്, ബേസ്ഡ് ഓൺ ഫംഗ്ഷൻസ് 6 രീതിയിൽ പൈലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് എൻഡ് ബിയറിംഗ് പൈൽ, അതോടൊപ്പം തന്നെ ഫ്രിക്ഷൻ പൈൽ, കോമ്പാക്ഷൻ പൈൽ, ടെൻഷൻ പൈൽ, ആങ്കർ പൈൽ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഫെൻഡർ പൈൽ.
ഓക്കെ, ഫസ്റ്റ് നോക്ക് എൻഡ് ബിയറിംഗ് പൈൽ. എന്താണ് എൻഡ് ബിയറിംഗ് പൈൽ? ദിസ് ടൈപ്പ് ഓഫ് പൈൽ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ലോഡ് ഫ്രം വാട്ടർ ഓർ സോഫ്റ്റ് സോയിൽ ടു ദ ഹാർഡ് റോക്ക് ബിലോ. ദ ലോഡ് ഈസ് ട്രാൻസ്ഫർ ടു ദ ലോവർ എൻഡ് ഓഫ് ദ പൈൽ. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? മുകളിൽ ഒരു സോഫ്റ്റ് സ്ട്രാറ്റാണ്, താഴെ ഒരു റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റോക്കിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എങ്ങനെ? എൻഡ് ബിയറിംഗ് ആക്ഷൻ വഴി. അപ്പോൾ അത്തരം പൈലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡ് ബിയറിംഗ് പൈൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ? മുകളിൽ ലോഡ് വരുന്നുണ്ട് QU, അതോടൊപ്പം തന്നെ അതിൻ്റെ ഇടയിൽ വരുന്നത് ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്, ലാസ്റ്റ് അതിൻ്റെ എൻഡിൽ വരുന്നത് റോക്കാണ്. അപ്പോൾ ആ റോക്കിലോട്ട് മുകളിൽ നിന്ന് വരുന്ന ടോട്ടൽ ലോഡ് നമ്മൾ റോക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അത്തരം പൈലുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡ് ബിയറിംഗ് പൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്ക് ഫ്രിക്ഷൻ പൈലാണ് അല്ലേ? എന്താണ് ഫ്രിക്ഷൻ പൈല്? ദ സർഫസ് ഓഫ് സച്ച് പൈൽ ഈസ് കെപ്റ്റ് റഫ് സോ ദാറ്റ് ലോഡ് ഈസ് ക്യാരീഡ് ബൈ ദ ഫ്രിക്ഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വരുന്ന ലോഡ് താഴേക്ക് പോകുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിന് പുറമെ, അതും അല്ലെങ്കിൽ പോകാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ലോഡ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? അതിൻ്റെ സർഫസിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. എന്ത് കാരണം? ഫ്രിക്ഷൻ കാരണം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയാം. സ്കിൻ ഫ്രിക്ഷൻ ജനറേറ്റഡ് ബിറ്റ്വീൻ ദ സറൗണ്ടിങ് സോയിൽ ആൻഡ് ദ സർഫസ് ഓഫ് പൈൽ. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണിക്കുക. അതിൻ്റെ ഫിഗർ ഇങ്ങനെ കാണിക്കും. ഓക്കെ, നേരത്തെ അത് എൻഡ് ബിയറിംഗ് ആയിരുന്നു, ഇവിടെ എൻഡ് ബിയറിംഗ് അല്ല, പകരം എന്താണ്? സൈഡിലൂടെ ഫ്രിക്ഷൻ കാരണമാണ് ആ ലോഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പൈൽ നോക്കുക, ദാറ്റ് ഈസ് കോമ്പാക്ഷൻ പൈൽ. എന്താണ് കോമ്പാക്ഷൻ പൈൽ? ദീസ് പൈൽസ് ആർ ഡ്രൈവൺ ഇൻ ടു ലൂസ് ഗ്രാനുലാർ സോയിൽ ടു ഇൻക്രീസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ ലൂസ് ആയിട്ടുള്ള ഗ്രാനുലാർ സോയിലിൻ്റെ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പൈലിനാണ് എന്ത് പറയുന്നത്? കോമ്പാക്ഷൻ പൈൽ എന്ന് പറയും. അപ്പോൾ ഈ ഒരു പൈല് ലോഡ് എടുക്കുന്ന പൈലല്ല അല്ലേ? ദ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ഈസ് ഇൻക്രീസ്ഡ് ഡ്യൂ ടു ഡെൻസിഫിക്കേഷൻ കോസ്ഡ് ബൈ ദ വൈബ്രേഷൻ. അപ്പോൾ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ലൂസ് ഗ്രാനുലാർ സോയിലാണ്, അതിനകത്തേക്ക് പൈല് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത്രയും ഭാഗത്തുള്ള സോയിൽ ഡെൻസിറ്റി കൂടും അല്ലേ? അത് ആ സോയിൽ രണ്ട് ഭാഗത്തുനിന്നും ഇങ്ങോട്ടേക്ക് ഒരു ഷിഫ്റ്റ് വരും. അത് കാരണം എന്ത് ചെയ്യും? അവിടെ ഡെൻസിറ്റി കൂടാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് കോമ്പാക്ഷൻ പൈൽ. അടുത്ത് നോക്ക്, ദാറ്റ് ഈസ് ടെൻഷൻ പൈൽ. എന്താണ് ടെൻഷൻ പൈൽ? ദീസ് പൈൽസ് ആർ ഇൻ ടെൻഷൻ. ദീസ് പൈൽസ് ആർ യൂസ്ഡ് ടു ആങ്കർ ഡൗൺ സ്ട്രക്ചേഴ്സ് സബ്ജക്റ്റഡ് ടു ഹൈഡ്രോസ്റ്റാറ്റിക് അപ്ലിഫ്റ്റ് ഫോഴ്സസ് ഓർ ഓവർ ടേണിംഗ് ഫോഴ്സ്. ഇപ്പോൾ ഓവർ ടേണിംഗ് ഫോഴ്സോ അതല്ല എന്നുണ്ടെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സോ വരുന്ന സമയത്ത് ആ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രക്ചറിനെ നമ്മളവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈലുകൾക്കാണ് എന്ത് പറയുക? ടെൻഷൻ പൈൽ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രധാനമായിട്ടും ആ പൈലിൽ വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ടെൻസൈൽ ഫോഴ്സ് ആണ് അല്ലേ? നമ്മൾ സാധാരണ നോർമലി നമ്മൾ കൊടുക്കുന്ന പൈലുകൾക്കൊക്കെ അവിടെ എന്താ വരുന്നത്? ദാറ്റ് ഈസ് കംപ്രഷൻ ഫോഴ്സ് ആണ്. ഓക്കെ, അതിൻ്റെ ഫിഗറും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അടുത്ത് നോക്ക്, ദാറ്റ് ഈസ് ആങ്കർ പൈൽ. ദീസ് പൈൽസ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് ആങ്കറേജ് ഫോർ ദ ആങ്കേർഡ് ഷീറ്റ് പൈൽ. These piles provide resistance against horizontal pull for a sheet pile 1. ഒരു ഷീറ്റ് പൈലിന് അല്ലെങ്കിൽ ഒരു ഷീറ്റ് പൈലിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പൈലുകൾക്കാണ് എന്ത് പറയുക? ആങ്കർ പൈൽ എന്ന് പറയാം അല്ലെ? നമുക്കറിയാം ഒരു ഓഫ് ഷോർ സ്ട്രക്ചറിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഷീറ്റ് പൈൽ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ പൈലും സെൻറ്റർ പൈലും അല്ലേ? അപ്പോൾ അതിൽ ആ ഷീറ്റ് പൈലിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ ഷീറ്റ് പൈലിനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട്, ഒരു ഹൊറിസോണ്ടൽ പുള്ളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അതിനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈലിനാണ് എന്ത് പറയാം? ആങ്കർ പൈൽ എന്ന് പറയാം. അത് തന്നെയാണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫെൻഡർ പൈൽ. എന്താണ് ഫെൻഡർ പൈൽ? ഫെൻഡർ പൈൽ ആർ ഷീറ്റ് പൈൽ വിച്ച് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചേഴ്സ് ഫ്രം ഇമ്പാക്ട് ഓഫ് ഷിപ്സ് ആൻഡ് വെസൽസ്. അപ്പോൾ ഒരു വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചറിനെ ഷിപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെസൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഷിപ്പ് പോലത്തെ സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ അത് വന്ന് ഇതിൽ ഇടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് അല്ലെ? ഇടിക്കുന്ന സമയത്ത് ഒരു ഷോക്ക് വേവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈലിനാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് ഫെൻഡർ പൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് പൈലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് ആണ്. ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് ഓഫ് കൺസ്ട്രക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് എന്ന് പറയുന്ന കേസിൽ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ 4 ടൈപ്പാണ് വരുന്നത്. ഒന്ന് സ്റ്റീൽ പൈൽ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് പൈൽ, പിന്നെ ടിമ്പർ പൈൽ, പിന്നെ ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ കോമ്പോസിറ്റ് പൈൽ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് സ്റ്റീൽ പൈൽ. എന്താ സ്റ്റീൽ പൈൽ പറഞ്ഞിട്ടുള്ളത്? സ്റ്റീൽ പൈൽസ് ആർ ജനറലി എയ്തർ ഇൻ ദ ഫോം ഓഫ് തിക്ക് പൈപ്സ് ഓർ റോൾഡ് സ്റ്റീൽ എച്ച് സെക്ഷൻസ്. അപ്പോൾ ഐ സെക്ഷന് പകരം നമ്മളിവിടെ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? എച്ച് സെക്ഷൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മളത് കൊടുക്കുക. സ്റ്റീൽ പൈൽസ്. ഓക്കെ, പൈപ്പ് സ്റ്റീൽ പൈൽസ് ആർ ഡ്രൈവൺ ഇൻ ടു ഗ്രൗണ്ട് വിത്ത് ദയർ എൻഡ്സ് ഓപ്പൺ ഓർ ക്ലോസ്ഡ്.
പൈൽസ് ആർ പ്രൊവൈഡഡ് വിത്ത് എ ഡ്രൈവിംഗ് പോയിന്റ് ഓർ ഷൂ അറ്റ് ദ ലോവർ എൻഡ്. അപ്പോൾ സ്റ്റീൽ സെക്ഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും താഴെ ഒരു ഡ്രില്ലിംഗ് ബിറ്റ് പോലെ ഒരു ഷാർപ്പ് എൻഡാണ് കൊടുക്കുക. അത് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ പൈൽ താഴത്തോട്ട് അടിച്ച് കയറ്റാനായിട്ട് പറ്റും. അടുത്തെന്താണ്, എപ്പോക്സി കോട്ടിങ്സ് ആർ അപ്ലൈഡ് ഇൻ ദ ഫാക്ടറി ഡ്യൂറിംഗ് മാനുഫാക്ചർ ഓഫ് പൈപ്സ് ടു റെഡ്യൂസ് കൊറോഷൻ ഓഫ് ദ സ്റ്റീൽ പൈപ്പ്. അപ്പോൾ ഈ സ്റ്റീൽ പൈപ്പ് നമ്മുടെ സോയിലുമായിട്ട് കോൺടാക്ട് വരുന്ന സമയത്ത് നമുക്കറിയാം സോയിലിൽ അതിൻ്റെ വോയിഡ്സിൽ വാട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വാട്ടറും ഈ സ്റ്റീലും തമ്മിൽ കോൺടാക്ട് വരുന്ന സമയത്ത് അതിൽ കൊറോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, എപ്പോക്സി കോട്ടിങ്സ് കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫിഗർ കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു എച്ച് അല്ലെങ്കിൽ സ്റ്റീൽ സെക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള പൈൽ. അടുത്ത് നമുക്ക് കോൺക്രീറ്റ് പൈൽ. നമ്മൾ സാധാരണ ഇൻഡസ്ട്രിയിലൊക്കെ കാണുന്നത് കോൺക്രീറ്റ് പൈൽ തന്നെയാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, സിമെന്റ് കോൺക്രീറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് കോൺക്രീറ്റ് പൈൽ. കോൺക്രീറ്റ് പൈൽസ് ആർ എയ്തർ പ്രീകാസ്റ്റ് ഓർ കാസ്റ്റ് ഇൻ സിറ്റ്. അപ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്നെങ്കിൽ പ്രീകാസ്റ്റ് ആയിട്ട് നമ്മളത് കൊണ്ടുപോയിട്ട് സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സൈറ്റിൽ തന്നെ നമ്മളത് കാസ്റ്റ് ചെയ്യും. ഓക്കെ, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പൈൽസ് were prepared in a factory or a casting yard. The reinforcement is provided to resist handling and driving stresses. അപ്പോൾ പ്രീകാസ്റ്റിൻ്റെ കേസിൽ, പ്രീകാസ്റ്റ് പൈൽസിൻ്റെ കേസിൽ അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഫാക്ടറിയിൽ നിന്ന് സൈറ്റിലോട്ട് എത്തിക്കുന്ന സമയത്തുള്ള ഹാൻഡ്ലിങ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്ട്രെസ്സസ് കൂടെ എടുക്കാൻ പാകത്തിലായിരിക്കണം അതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ള റെയിൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഫിഗറും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതാണ് കോൺക്രീറ്റ് പൈലിൻ്റെ ഫിഗർ. ഓക്കെ, അടുത്തത് വരുന്നത് ടിമ്പർ പൈലാണ്. അപ്പോൾ ടിമ്പർ പൈൽ ചെറിയ രീതിയിൽ ലോഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. സോ ടിമ്പർ പൈൽസ് ആർ മെയ്ഡ് ഫ്രം ട്രീ ട്രങ്ക്സ് ആഫ്റ്റർ പ്രോപ്പർ ട്രിമ്മിങ്. ദ ടിമ്പർ യൂസ്ഡ് ഷുഡ് ബി സ്ട്രെയിറ്റ്, സൗണ്ട് ആൻഡ് ഫ്രീ ഫ്രം ഡിഫക്റ്റ്. നമുക്കറിയാം ടിമ്പറിൽ പല രീതിയിൽ ഡിഫക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഡിഫക്റ്റുകളിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള ടിമ്പർ വേണം നമ്മൾ ടിമ്പർ പൈലിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. So steel shoes are provided to prevent damage during driving. To avoid damage to the top of the pile, a metal band or a cap is provided. ഓക്കെ, ഇനി അതിൻ്റെ ഫിഗർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൽ വരുന്നത് കോമ്പോസിറ്റ് പൈലാണ്. കോമ്പോസിറ്റ് പൈൽ എന്താ പറഞ്ഞിട്ടുള്ളത്, എ കോമ്പോസിറ്റ് പൈൽ ഇസ് മെയ്ഡ് ഓഫ് 2 മെറ്റീരിയൽസ്. നമ്മൾ നേരത്തെ നമ്മൾ 3 മെറ്റീരിയൽസ് ഡിസ്കസ് ചെയ്തു അല്ലേ, സ്റ്റീൽ അതുപോലെ കോൺക്രീറ്റ്, ടിമ്പർ. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ കോമ്പിനേഷനിൽ വരുന്ന അത്തരം പൈലിനാണ് നമ്മൾ എന്ത് പറയാം, കോമ്പോസിറ്റ് പൈൽ എന്ന് പറയാം. എ കോമ്പോസിറ്റ് പൈൽ മേ കൺസിസ്റ്റ് ഓഫ് ലോവർ പോർഷൻ ഓഫ് സ്റ്റീൽ ആൻഡ് അപ്പർ പോർഷൻ ഓഫ് ദ കാസ്റ്റ് ഇൻ സിറ്റു കോൺക്രീറ്റ്. അതോടൊപ്പം തന്നെ കോമ്പോസിറ്റ് പൈൽ മേ ഓൾസോ ഹാവ് ദ ലോവർ പോർഷൻ ഓഫ് ടിമ്പർ ബിലോ ദ പെർമനന്റ് വാട്ടർ ടേബിൾ ആൻഡ് ദ അപ്പർ പോർഷൻ ഓഫ് കോൺക്രീറ്റ്. As it is difficult to provide a proper joint between two dissimilar material, composite piles are rarely used in practice. അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ, രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇത്തരം പൈലുകൾ സാധാരണ യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എഴുതേണ്ടത്, ക്ലാസിഫിക്കേഷൻ ഓഫ് പൈലുമായി ബന്ധപ്പെട്ട് എഴുതാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, എ സ്ക്വയർ പൈൽ ഗ്രൂപ്പ് ഓഫ് 16 piles penetrates through a filled up soil of 4 meter depth. The pile diameter is 250 mm and pile spacing is 0.75 meter. The unit cohesion of the material is 20 kN per meter square and the unit weight of soil is 15 kN per meter cube. Evaluate the negative skin friction on the group. Take M അല്ലെങ്കിൽ adhesion factor വന്നിട്ടുണ്ട്, എത്രയാണ്, അത് 0.3 ആണ് അല്ലേ. നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, 2 പാർട്ടാക്കി ചെയ്യേണ്ടതുണ്ട് അല്ലേ. എങ്ങനെയാണ്, ഒന്ന് ഇൻഡിവിജ്വൽ ആക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ആക്ഷനും ഉണ്ട്. സോ ആദ്യം നമുക്ക് ജസ്റ്റ് അതൊന്ന് വരയ്ക്കാം. എങ്ങനെ വരുന്നിട്ടുള്ളത്, പൈൽ നമുക്കറിയാം 16 പൈലുണ്ട്, അത് സ്ക്വയർ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു റോയിൽ 4 പൈൽ വരുന്ന രീതിയിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു പൈലുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്, അത് എത്രയാണ്, ദ പൈൽ സ്പേസിങ് ഈസ് 0.75 മീറ്ററും അതുപോലെ തന്നെ ഡയാമീറ്റർ എത്രയാണ്, ദറ്റ് ഈസ് 0.25 മീറ്ററുമാണ്. സോ ഇത് 0.75 ആണ്, അതുപോലെ ഡയാമീറ്റർ 0.25 ആണ്. സോ ഈ ഒരു വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവും നമുക്കറിയാം. ഇവിടെ എത്ര സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമുക്കറിയാം, 3 സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 3 × 0.75 ഉണ്ടാവും. 3 × 0.75 പ്ലസ് ഒരു ഡയാമീറ്റർ ആഡ് ചെയ്യാനായിട്ട് ഉണ്ടാവും അല്ലേ, അത് 0.25 ആഡ് ചെയ്യാനുണ്ടാവും. അങ്ങനെ നമുക്ക് ടോട്ടൽ വരുന്നത് 2.5 മീറ്റർ ആണ് ഈ ഒരു എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഒരു ഫിഗർ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം,
നമുക്ക് പൈൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ പൈൽ വരുന്ന സമയത്ത് എന്താണ് 4 മീറ്ററിലോട്ടാണ് വരുന്നത് അല്ലേ. 4 മീറ്റർ ഡെപ്തിലാണ് എന്ത് വരുന്നത്, ലൂസ് സോയിൽ വരുന്നിട്ടുള്ളത്. അതിന് താഴേക്ക് പിന്നെന്താണ്, ഡെൻസ് സോയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് LF എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. LF എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. പൈൽ ആക്ടിങ് ഇൻഡിവിജ്വലി. സോ എന്താണ് ഇക്വേഷൻ? QUN അല്ലേ. QUN ഈക്വൽ ടു N ഇൻറ്റു MCP ഇൻറ്റു LF. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദറ്റ് ഈസ് നമ്പർ ഓഫ് പൈലാണ്. അപ്പോൾ നമ്പർ ഓഫ് പൈൽ ഈ കേസിൽ അത് എത്രയാണ്, അത് 16 അല്ലേ, 16 എണ്ണമാണ് നമുക്കുള്ളത് അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് പൈൽ. അതോടൊപ്പം തന്നെ അഡിഷൻ ഫാക്ടർ അല്ലെങ്കിൽ കറക്ഷൻ ഫാക്ടർ എത്രയാണെന്നുള്ളത് അത് 0.3 ആണ്. 0.3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിയുടെ വാല്യൂ അല്ലേ, കോഷ്യൻ്റെ വാല്യൂ എത്രയാണ്, 20 ആണ്. 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പി എന്താണ്, പെരിമീറ്റർ ഓഫ് പൈൽ എന്താണ്, പൈ ഇൻറ്റു ഡി അല്ലേ. അപ്പോൾ പൈ ഇൻറ്റു 0.25 ഇൻറ്റു LF നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എത്ര ഡെപ്തിലാണ് വരുന്നത് ലൂസ് സോയിൽ, അത് 4 മീറ്ററിലാണ് വരുന്നത്. 4 മീറ്റർ. സോ ഇതിൻ്റെ വാല്യൂ വരുന്നത് 301.6 കിലോ ന്യൂട്ടൺ ആണ്. 301.6 കിലോ ന്യൂട്ടൺ ആണ് ഇതിൻ്റെ വാല്യൂ വന്നിട്ടുള്ളത്. ഇനി പൈൽ ഇൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ പൈൽ ആക്ടിങ് ഇൻ ഗ്രൂപ്പും കൂടി നോക്കേണ്ടതുണ്ട് അല്ലേ. പൈൽ ആക്ടിങ് ഇൻ ഗ്രൂപ്പ്. സോ പൈൽ ആക്ടിങ് ഇൻ ഗ്രൂപ്പിൻ്റെ കേസിൽ അല്ലെ, നമുക്ക് ഇക്വേഷൻ വരുന്നത് എന്താണ്, ദാറ്റ് ഈസ് C ഇൻറ്റു 4B ഇൻറ്റു LF പ്ലസ് ഗാമ LF ഇൻറ്റു B². ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ അഗൈൻ നമുക്ക് സിയുടെ വാല്യൂ അറിയാം, എത്രയാണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് 20 ആണ്. 4 ഇൻറ്റു ബി അല്ലെ, ബിയുടെ വാല്യൂ, ക്യാപിറ്റൽ ബിയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എത്രയാണ്, ഇറ്റ് ഈസ് 2.5. അതിൻ്റെ LFൻ്റെ വാല്യൂ 4 ആണ്. ഓക്കെ, പ്ലസ് ഗാമ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ എത്രയാണ്, അത് 15 ആണ്. 15 ഇൻറ്റു 4 ഇൻറ്റു 2.5 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂ അത് 1175 കിലോ ന്യൂട്ടൺ ആണ്. സോ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ്റെ കേസിൽ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്ന സമയത്ത് അത് ഇതിൽ വരുന്ന ഹയർ വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഈക്വൽ ടു ഹയർ വാല്യൂ. അപ്പോൾ ഏതാണ് ഹയർ വാല്യൂ? നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 1175 ആണ്. നേരത്തെ കിട്ടിയത് എത്രയായിരുന്നു? നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് 301.6 ആണ്. സോ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഈക്വൽ ടു ഹയർ വാല്യൂ, ദാറ്റ് ഈസ് 1175 കിലോ ന്യൂട്ടൺ. 1175 കിലോ ന്യൂട്ടൺ ആണ് നമുക്ക് വേണ്ടുന്ന ആൻസർ അല്ലെങ്കിൽ റിക്വയർഡ് ആൻസർ വരുന്നിട്ടുള്ളത് 1175 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് പൈൽ ലോഡ് ടെസ്റ്റ് ടു ഡിറ്റർമിൻ ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ പൈൽ. ഒരു പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്ത്, പൈൽ ലോഡ് ടെസ്റ്റ്. അതിൻ്റെ പ്രൊസീജിയറാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. സോ ആദ്യം എന്താണ് പൈൽ ലോഡ് ടെസ്റ്റ്? ദ പൈൽ ലോഡ് ടെസ്റ്റ് ക്യാൻ ബി പെർഫോംഡ് എയ്തർ ഓൺ എ വർക്കിംഗ് പൈൽ വിച്ച് ഫോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ സ്ട്രക്ചർ ഓർ ഓൺ എ ടെസ്റ്റ് പൈൽ. ഒരു നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ സൈറ്റിലുള്ള പൈലിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു ടെസ്റ്റ് പൈലിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ദ ടെസ്റ്റ് ലോഡ് ഈസ് അപ്ലൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാലിബ്രേറ്റഡ് ജാക്ക് പ്ലേസ്ഡ് ഓവർ എ റിജിഡ് സർക്കുലർ ഓർ സ്ക്വയർ പ്ലേറ്റ് വിച്ച് ഇൻ ടേൺ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഹെഡ് ഓഫ് ദ പൈൽ പ്രൊജക്ടിങ് അബവ് ദ ഗ്രൗണ്ട് ലെവൽ. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അടുത്ത് നോക്കുക. ദ റിയാക്ഷൻ ഓഫ് ദ ജാക്ക് ഈസ് ബോൺ ബൈ എ ട്രസ് ഓർ പ്ലാറ്റ്ഫോം വിച്ച് മേ ഹാവ് ഗ്രാവിറ്റി ലോഡിംഗ്, അതായത് ഇൻ ദ ഫോം ഓഫ് സാൻഡ് ബാഗ്സ് ഓർ ആൾട്ടർനേറ്റീവ്ലി ദ ട്രസ് ക്യാൻ ബി ആങ്കർഡ് ടു ദ ഗ്രൗണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആങ്കർ പൈൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കഴിഞ്ഞ മൊഡ്യൂളിൽ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന് സിമിലർ കൈൻഡ് ഓഫ് ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് ടെസ്റ്റ് തന്നെയാണ് പൈൽ ലോഡ് ടെസ്റ്റും. ഓക്കെ, ബേസിക്കായിട്ട് രണ്ടും ഒരേ രീതിയിൽ തന്നെ അതിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ വരുന്നിട്ടുള്ളത്. നമുക്ക് വേഗം ഒന്ന് പറഞ്ഞു പോകാം. ഇൻ ദ ലേറ്റർ കേസ് അണ്ടർ റീംഡ് പൈൽ ഓർ സോയിൽ ആങ്കേഴ്സ് മേ ബി യൂസ്ഡ് ഫോർ ആങ്കറിങ് ദ ട്രസ്. അപ്പോൾ ആ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇതാണ് നമ്മുടെ ടെസ്റ്റ് പൈൽ. ആ പൈലിലോട്ടാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാവിറ്റി ലോഡിംഗ് ടു ടേക്ക് ജാക്ക് ക്രിയേഷൻ, സാൻഡ് ബാഗ്സ് കാര്യങ്ങളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പൈലോട്ട് ടെസ്റ്റ് എഴുതുന്ന സമയത്ത്, ആൻസർ പേപ്പർ എഴുതുന്ന സമയത്ത് ഫിഗർ നിർബന്ധമായിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കണം. കഴിയുന്നിടത്തെല്ലാം ഫിഗർ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളാണ്, ജാക്ക് ലോഡിംഗ് റിയാക്ഷൻ ബൈ ലോഡഡ് പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ജാക്ക് ലോഡിംഗ് റിയാക്ഷൻ ബൈ ആങ്കേഴ്സ്. രണ്ട് കേസിലുള്ള ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ആക്ച്വൽ ഫിഗർ കൂടി നോക്കാം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. കോൺക്രീറ്റ് ലോഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. So the load is applied in equal increments of about 1/5 of estimated allowable load. Okay. The settlement are recorded with the help of 3 dial gauges. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയൽ ഗേജസ് ഇവിടെയും വരുന്നുണ്ട്. അതിന് സെൻസിറ്റിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. അത് ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല. So symmetrically arranged over the test plate and fixed to an independent datum board. Okay. A remote controlled pumping unit may be used for the hydraulic jack. അപ്പോൾ ഹൈഡ്രോളിക് ജാക്കിലോട്ട് നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക് വഴി ലോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു റിമോട്ട് കൺട്രോളിംഗ് ആണ് അതിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. ഓക്കെ. ഈച്ച് ലോഡ് ഇൻക്രിമെൻറ്റ് ഈസ് കെപ്റ്റ് ഫോർ സഫിഷ്യൻറ്റ് ടൈം ടിൽ ദ റേറ്റ് ഓഫ് സെറ്റിൽമെൻറ്റ് ബിക്കംസ് ലെസ് ദാൻ 0.02 mm/h. ഇതുവരെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. So test piles are loaded until the ultimate load is reached. Ordinarily, the test load is increased to a value of 2.5 times. 2.5 times the estimated allowable load, or to a load which causes a settlement equal to 1/10 of pile diameter whichever occurs earlier. അപ്പോൾ രണ്ട് കേസുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഏതുവരെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, ലോഡ് ഈസ് ഇൻക്രീസ്ഡ് അല്ലേ, ലോഡ് ഏതുവരെ നമ്മൾ കൊടുക്കുന്നുണ്ട്, അപ് ടു വാല്യൂ ഓഫ് 2.5 ടൈംസ്. 2.5 ടൈംസ് എസ്റ്റിമേറ്റഡ് അലൗബിൾ ലോഡ്, ആ പൈലിലോട്ട് വരുന്ന അലൗബിൾ ലോഡിൻ്റെ 2.5 ടൈംസ് ലോഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ or to a load which causes a settlement equal to 1/10 of the pile diameter. ആ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. സോ ദ റിസൾട്ട് ആർ പ്ലോട്ടഡ് ഇൻ ദ ഫോം ഓഫ് ലോഡ് സെറ്റിൽമെന്റ് കർവ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ, പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ അൾട്ടിമേറ്റ് ലോഡ് ഈസ് ക്ലിയർലി ഇൻഡിക്കേറ്റഡ് ബൈ ദ ലോഡ് സെറ്റിൽമെന്റ് കർവ് അപ്രോച്ചിങ് ദ വെർട്ടിക്കൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു കർവ് വന്നിട്ടുണ്ട്. കർവിൽ നമ്മൾ ലോഡ് അതുപോലെ സെറ്റിൽമെന്റ് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി if the ultimate load cannot be obtained from the load settlement curve, ലോഡ് സെറ്റിൽമെന്റ് കർവിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു അൾട്ടിമേറ്റ് ലോഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു 3 കേസുകൾ പറയുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, 1/2 to 1/3 ഓഫ് ദ ഫൈനൽ ലോഡ് വിച്ച് കോസസ് സെറ്റിൽമെന്റ് ഈക്വൽ ടു 10% ഓഫ് ഡയമീറ്റർ, ആ ഒരു ലോഡ് എടുക്കേണ്ടതുണ്ട്. അല്ല എന്നുണ്ടെങ്കിലോ 2/3 ഓഫ് ദ ഫൈനൽ ലോഡ് വിച്ച് കോസസ് എ ടോട്ടൽ സെറ്റിൽമെന്റ് ഓഫ് 12 mm, അതും അല്ലെങ്കിൽ 2/3 ഓഫ് ഫൈനൽ ലോഡ് വിച്ച് കോസസ് എ നെറ്റ് സെറ്റിൽമെന്റ് ഓഫ് 6 mm. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പൈൽ ലോഡ് ടെസ്റ്റിൽ എഴുതേണ്ടത്. സോ ബേസിക് ആയിട്ട് പറയാനുള്ളത്, പൈൽ ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ എന്താണ്, പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൽ നമ്മൾ പഠിച്ച സംഗതി തന്നെയാണ്. അതിൽ വരുന്ന പോലെ തന്നെ എന്താ വന്നിട്ടുള്ളത്, ഒരു കർവ് അല്ലേ, കർവിൽ നമുക്കറിയാം ലോഡ് സെറ്റിൽമെന്റ് കർവാണ് അതിൽ വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അടുത്ത മൊഡ്യൂളുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്സ്.